തൻ്റെ പ്രണയവിഷയം അറിയുമ്പോൾ വീട്ടിൽ നിന്നും ശക്തമായ പ്രതിഷേധം പ്രതീക്ഷിച്ചിരുന്നതിനാൽ തന്നെ അവൾ തെല്ലും കുലുങ്ങിയില്ല. എന്താ, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ഞങ്ങളെ നാണം കെടുത്താൻ തന്നെയാണോ നീ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്? അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആദ്യ പ്രതികരണം വന്നത് അമ്മയിൽ നിന്നും തന്നെയായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകളോടെ തലകുനിച്ച് തന്നെയിരുന്നു. എന്നാൽ അവളുടെ തലകുനിച്ചുള്ള ആ ഇരിപ്പ് കണ്ടതും അവർ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ അവളുടെ തോളിൽ ശക്തിയായി ഒന്ന് തല്ലി. ആ തല്ലിൽ അവളൊന്ന് കുലുങ്ങിപ്പോയി. വത്സലേ, അയാൾ അല്പം ഉറക്കെ വിളിച്ചതും അവർ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു. ഞാൻ സ്നേഹിച്ചു പോയി അമ്മ. മറക്കാൻ മാത്രം നിങ്ങൾ രണ്ടുപേരും എന്നോട് പറയരുത്. അതിലും ഭേദം എൻ്റെ ജീവൻ എടുക്കുന്നതാണ്. അവൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. നിന്റെ ജീവൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതുപോലെ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നീ ഞങ്ങളെക്കുറിച്ച് ഓർത്തില്ലല്ലോ. അവർ വീണ്ടും പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ രഘുനാഥൻ തീർത്തും നിശബ്ദനായിരുന്നു. അമ്മയുടെ ബഹളത്തേക്കാൾ അവളെ ഉലച്ചത് അച്ഛൻ്റെ മൗനമായിരുന്നു. ആ മനസ്സിപ്പോൾ വേദനിക്കുകയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. എങ്കിലും ഒന്നിനു വേണ്ടിയും തൻ്റെ പ്രണയം മറക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അച്ഛാ, അവൾ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചതും അയാൾ മെല്ലെ മുഖമുയർത്തി ഒന്ന് നോക്കി. ശേഷം തൻ്റെ അതേ ഇരിപ്പ് ഇരുന്നു. ഒന്നും മിണ്ടാതിരിക്കാതെ ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുകേട്ടാ. നിങ്ങൾ പറഞ്ഞാൽ ഇവള് കേൾക്കും. അയാളെ നോക്കിക്കൊണ്ട് അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ മാതാപിതാക്കളുടെ മനസ്സിൽ ഇപ്പോൾ എന്തെല്ലാം ചിന്തകളായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതിനാൽ തന്നെ അവരുടെ വിഷമവും കരച്ചിലും ദേഷ്യവും എല്ലാം ഉൾക്കൊള്ളാൻ അവൾ തയ്യാറുമായിരുന്നു. മക്കൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒന്നും അനുവാദം വേണ്ടല്ലോ. വളർന്ന് വലുതായി കഴിഞ്ഞാൽ എല്ലാമായി എന്നാണ്. ഈ മനുഷ്യൻ്റെ ഇരിപ്പ് കണ്ടില്ലേ നീ? എങ്ങനെ തോന്നി മഹാഭാബി നിനക്ക്? തൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ടതും അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി. അപ്പോഴേക്കും രഘുനാഥൻ അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തിയിരുന്നു. നിനക്കൊരാളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അയാളെ തന്നെ വേണമെന്നും പറഞ്ഞു. ഇനി എന്താണ് നിന്റെ തീരുമാനം എന്നുകൂടി പറയേ. അയാളുടെ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം അവൾ നിശബ്ദയായി. നിങ്ങളെ ധിക്കരിച്ച് ഞാൻ ഒരിക്കലും ഇറങ്ങിപ്പോകില്ല. അത്രയും നന്ദികേട് ഒരിക്കലും ഞാൻ കാണിക്കില്ല. എന്നെ വളർത്തിയ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്രയും ബഹുമാനം ഞാൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രണയം ഉപേക്ഷിക്കാനും എനിക്ക് കഴിയില്ല. എത്ര കാലം വേണമെങ്കിലും കാത്തിരുന്നോളാം ഞാൻ. ഉള്ളിൽ അലയടിക്കുന്ന കടലിനെ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു. വേണ്ട, സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും സന്തോഷത്തിന് വേണ്ടി എൻ്റെ മകളുടെ സന്തോഷം തല്ലിക്കെടുത്താൻ ഞാൻ തയ്യാറല്ല. നിന്റെ ഇഷ്ടത്തിന് ഞാൻ കൂട്ടുനിൽക്കാം. പക്ഷേ അത് നിനക്ക് യോജിച്ച ഒരുവനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം. ആദ്യം അയാളെ ഞാനൊന്ന് നേരിട്ട് കാണട്ടെ. അതിനുശേഷം ഞാൻ എൻ്റെ തീരുമാനം പറയാം. അയാൾ പറഞ്ഞു നിർത്തിയതും സുരഭി അയാളുടെ കവിളിൽ അമർത്തി ഒരു ഉമ്മ വെച്ചുകൊണ്ട് മുറിയിലേക്കോടി. അത് കണ്ട് നിറഞ്ഞ ചിരിയോടെ തിരിഞ്ഞ അയാൾ കാണുന്നത് മുഖം വീർപ്പിച്ചിരിക്കുന്ന തൻ്റെ ഭാര്യയെയാണ്. അത് കണ്ടതും അയാൾ ആ ചിരിയോടെ തന്നെ അവരുടെ കവിളിൽ തട്ടി. പോട്ടിടോ, നമ്മുടെ മോളല്ലേ. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളുടെ സന്തോഷത്തെ തള്ളിക്കളഞ്ഞാൽ അതിന് തിരികെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിലോ? അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ പറയാൻ മനസ്സിൽ കരുതി വെച്ചിരുന്നത് അവരും പിന്നെ പറഞ്ഞില്ല. അയാളുടെ വാക്കുകളോട് അവർക്കും പൂർണ്ണമായും യോജിപ്പ് തന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു വേദും ഭവ്യയും. കാറിലിരുന്നപ്പോൾ ഇരുവരും പരസ്പരം സംസാരിച്ചില്ല. എന്നാൽ വീട്ടിലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും അവൻ അവളെ തൻ്റെ മാറോട് അമർത്തി പിടിച്ച് കരയാൻ തുടങ്ങി. അല്പസമയം ഒന്നും മിണ്ടാതെ നിന്നതിന് ശേഷം അവൾ അവനെ തടഞ്ഞുകൊണ്ട് കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ചു കൊടുത്തു. ഇനി കരഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. അവളുടെ വാക്കുകൾ കേട്ടതും അവൻ്റെ കരച്ചിൽ സ്വിച്ചിട്ടതുപോലെ നിന്നു. അത് കണ്ടതും അവൾക്ക് ചിരി പൊട്ടിപ്പോയി. ആണുങ്ങൾ ഇങ്ങനെ കരയാൻ പാടില്ല എന്നാ അവൾ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒപ്പം തന്നെ അവൻ്റെ ഷർട്ടിൻ്റെ ആദ്യത്തെ ബട്ടൺസിൽ വിരൽ കൊണ്ട് ചുറ്റി കളിക്കുന്നതുമുണ്ട്. ആണുങ്ങൾക്ക് വേദന വന്നാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവൻ്റെ ചോദ്യം ന്യായമായതിനാൽ തന്നെ അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല.
അപ്പോഴേക്കും അവൻ അവളുടെ വയറിൽ മെല്ലെ തലോടി തുടങ്ങി. ഇതിനകത്ത് നമ്മുടെ വാവയുണ്ട് അല്ലേ? അവൻ ചോദിച്ചതും അവൾ മെല്ലെ പുഞ്ചിരിച്ചു. എല്ലാവരോടും പറയണ്ടേ? അവൾ അവൻ്റെ ദേഹത്തേക്ക് അല്പം ചാഞ്ഞുകൊണ്ട് പതിയെ ചോദിച്ചു. അന്ന് വിവേകൊക്കെ നടത്തിയതുപോലെ പാർട്ടിയൊന്നും വേണ്ട. ഞാൻ ആദ്യം തന്നെ കാര്യം അറിഞ്ഞതുകൊണ്ട് സർപ്രൈസ് തരേണ്ട കാര്യമില്ലല്ലോ. നിന്റെ വീട്ടിലും നമ്മുടെ ഫ്രണ്ട്സിനോട് മാത്രം വിളിച്ചു പറയാം. ആദ്യം അവൾ വിളിച്ചറിയിച്ചത് തൻ്റെ അമ്മയായിരുന്നു. വിവരമറിഞ്ഞ് അവർ ഒത്തിരി സന്തോഷിച്ചു. ഇതിനു മുൻപ് ഒരു അബോർഷൻ നടന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 മാസം റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിനാൽ അവളുടെ അച്ഛനും അമ്മയും കൂടി ഇവിടേക്ക് താമസം മാറുമോ എന്ന് വേദ് ചോദിച്ചപ്പോൾ അവൾക്ക് മറുത്ത് ചിന്തിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ ഒരേ ഒരു മകളുടെ സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ അവളുടെ ജീവിതം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് ആ മാതാപിതാക്കൾ. കോള് കട്ട് ചെയ്തതും അവൾ അവനെ ഇറുക്കി പുണർന്നുകൊണ്ട് 2 കവിളിലും അമർത്തി മുത്തി. എങ്ങനെ മനസ്സിലായി? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാകാതിരിക്കുമോ? ഇപ്പോൾ നിനക്ക് മാതാപിതാക്കളുടെ സാന്നിധ്യം ആവശ്യമാണ് എന്നെനിക്ക് തോന്നി. മാത്രമല്ല അവർക്കും നീ ഒരു മകളല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ആഗ്രഹങ്ങളൊക്കെ അവർക്കുമുണ്ടാകും. പിന്നീട് അടുത്തത് ഫ്രണ്ട്സിനെ വിളിച്ച് വിവരം അറിയിക്കാനായിരുന്നു. ഇക്കാര്യം അറിഞ്ഞപ്പോൾ സുരഭിക്ക് സന്തോഷത്തിന്മേൽ സന്തോഷം അനുഭവിക്കുന്ന ഫീലായിരുന്നു. തൻ്റെ മാതാപിതാക്കൾ വിവാഹത്തിന് സമ്മതിച്ചതിന് പുറമെ അടുത്ത കൂട്ടുകാരിക്ക് ഇതുപോലെ ഒരു സൗഭാഗ്യം കൂടി വന്നതും അവൾ എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അശ്വതിയും വാർത്ത അറിഞ്ഞപ്പോൾ ആശ്വസിച്ചു. താൻ കൂടി കാരണം നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾക്കൊത്തിരി വേദനയുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് കുറിച്ചെങ്കിലും ആശ്വാസം തോന്നുന്നത് അവൾ അറിഞ്ഞു. അങ്ങനെ ദുഃഖം നിറഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ആസ്വദിച്ചു തുടങ്ങി. രാവിലെ തന്നെ വേദ ഓഫീസിലേക്ക് പോകുമെങ്കിലും ഭവ്യയുടെ അച്ഛനും അമ്മയും വീട്ടിലുള്ളതിനാൽ അവൾ ഒരുപാട് ഹാപ്പിയാണ്. അവരുടെ ഒപ്പം അവളെ ആക്കി പോകുമ്പോൾ അവന് ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും സമാധാനത്തോടെ ഓഫീസിലിരിക്കാൻ അവന് കഴിയില്ലായിരുന്നു. പതിവ് പോലെ പോകാൻ ഇറങ്ങിയപ്പോൾ അവളുടെ നെറ്റിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവൻ യാത്ര പറഞ്ഞിറങ്ങി. നിനക്ക് ഞാൻ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണോ? ഇപ്പോൾ അവൾ സ്ഥിരമായി കേൾക്കാറുള്ളതാണ് ഈ ചോദ്യം. പുഞ്ചിരിയോടെ വേണ്ട എന്ന് തലയാട്ടി. അത് കേട്ട് ചിരിയോടെ കാറിലേക്ക് കയറുമ്പോഴും അവനറിയാമായിരുന്നു താൻ തിരികെ എത്തുന്നതിന് മുൻപ് തന്നെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനായി അവൾ വിളിച്ചു പറയുമെന്ന്. വേദിപ്പോൾ എങ്ങനെയുണ്ട് മോളെ? അവനെ യാത്രയാക്കി അകത്തേക്ക് കയറിയിരുന്നപ്പോഴാണ് അമ്മയുടെ ചോദ്യം അവളുടെ കാതുകളിൽ പതിഞ്ഞത്. അത് കേട്ടതും അവൾ സംശയത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് അവരെ നോക്കി. അമ്മ ഇപ്പോൾ പതിവായി കാണുന്നതല്ലേ, പിന്നെന്താ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം? അമ്മയുടെ ചോദ്യത്തിൻ്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അതല്ല മോളെ, സ്ത്രീകളുമായി. അവർ ബാക്കി പറയുന്നതിന് മുൻപ് തന്നെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. എന്തെങ്കിലും മോശമായ കാര്യമാണ് അമ്മ ചോദിക്കാൻ പോകുന്നത് എങ്കിൽ അതെനിക്ക് വേദന തരുമെന്നല്ലാതെ മറ്റു ഉപയോഗമൊന്നും ഉണ്ടാകില്ല. അവളുടെ വാക്കുകൾ കേട്ടതും അവർ പെട്ടെന്ന് നിശബ്ദയായി. അല്ല മോളെ, നിന്റെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടാകില്ലേ? അവർ താൻ നല്ല ഉദ്ദേശത്തോടെയാണ് ചോദിച്ചത് എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾക്കിടയിൽ അന്നുണ്ടായത് ഒരു തെറ്റിദ്ധാരണ പ്രശ്നമാണ്. അത് അമ്മയ്ക്കും അറിയാവുന്ന കാര്യമല്ലേ. അതിൻ്റെ പേരിൽ ഇനി ആരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. അങ്ങനൊരു സാഹചര്യം വന്നാൽ ഞാൻ തന്നെ എല്ലാവരെയും അറിയിച്ചു കൊള്ളാം. പറഞ്ഞുകൊണ്ട് അവൾ ബെഡ്റൂമിലേക്ക് കയറിപ്പോയപ്പോൾ അവിടെ നടന്ന സംസാരം കേട്ട് മഹേഷ് അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ ഇവിടെ സംസാരിച്ചത്? മോളുടെ മുഖം വല്ലാതാണല്ലോ ഇരുന്നത്. അയാൾ തൻ്റെ ഭാര്യയോട് ചോദിച്ചു. ഇവരുടെയും മുഖത്തു നിന്നും ചെറിയൊരു വഴക്ക് നടന്നിട്ടുണ്ട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അവർ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. എന്തു പണിയാണ് താൻ കാണിച്ചത്? ഈ അവസ്ഥയിൽ മോളുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല എന്ന് അറിയാവുന്നതല്ലേ? അവളുടെ അമ്മയായ നിനക്ക് ആ ബോധമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അയാളും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയപ്പോൾ അവർ കുറ്റബോധത്തോടെ തല കുനിച്ചു. ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ഒരു ജ്യൂസുമായി അവർ മകളുടെ അടുത്തേക്ക് ചെന്നു. അവരെ കണ്ടതും അവൾ മുഖം വീർപ്പിച്ചിരുന്നു. പോട്ടെ മോളെ, അമ്മ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവൻ നിന്നെ നോക്കുന്നത് ഞാൻ കാണുന്നതല്ലേ. നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ആളിനെ മരുമകനായിട്ട് മാത്രമാണ് കാണുന്നത്.
അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അവരുടെ രണ്ടുപേരുടെയും സ്നേഹം അനുഭവിക്കാതെ വളരുന്ന ഒരു കുഞ്ഞിൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുമോ? അങ്ങനെ ഒരാൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ലേ? നിങ്ങളിൽ നിന്നും എന്നെ അകറ്റാതെ ഈ അവസ്ഥയിലും ഒപ്പം താമസിപ്പിക്കുന്ന ആ മനുഷ്യനോട് അല്പം പോലും ആത്മാർത്ഥത തോന്നുന്നില്ലേ അമ്മേ? അവളുടെ ചോദ്യം അവരുടെ ചെവിയിൽ തീ കൊണ്ടുള്ള ശരം പോലെയാണ് ചെന്ന് പതിച്ചത്. ആ വാക്കുകളിൽ താൻ ഉരുകിപ്പോകുന്നത് പോലെ അവർക്ക് തോന്നി. അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മുറിക്ക് പുറത്തു നിന്ന മഹേഷ് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. 1 മാസം കൂടി കടന്നുപോയതും കൃഷ്ണയുടെ പ്രസവം കഴിഞ്ഞു. കൃഷ്ണയുടെ അതേ മുഖച്ഛായുള്ള പെൺകുഞ്ഞായിരുന്നു. ഇരുവരെയും കണ്ടിട്ട് തിരികെ വരുന്ന വഴിയായിരുന്നു അജാസും സുരഭിയും. അവളുടെ ആഗ്രഹപ്രകാരം അവൻ ബൈക്കുമായാണ് വന്നത്. അവൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു വെച്ച് ചാരിക്കിടക്കുകയായിരുന്നു അവൾ. നമുക്കും ഇതുപോലൊരു സുന്ദരിമോള് മതി. ബൈക്ക് മുന്നോട്ട് ഓടിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്കിതുപോലെ ഒരു മൊഞ്ചനെ മതി. പറഞ്ഞുകൊണ്ട് ടീഷർട്ടിന് പുറകിലായി കാണുന്ന അവൻ്റെ കഴുത്തുഭാഗത്ത് അവൾ ചുണ്ടമർത്തി. പെട്ടെന്ന് കയ്യിൽ നിന്ന് പാളിപ്പോയ ബൈക്കിനെ അവൻ എങ്ങനെയൊക്കെയോ നിയന്ത്രണത്തിലാക്കി. വണ്ടിയിലിരുന്ന് അഭ്യാസം കാണിക്കല്ലേ പൊന്നുമോളെ, കല്യാണത്തിന് മുഖത്തിൻ്റെ ഷേപ്പ് ഇതുപോലെ ഉണ്ടാകില്ല. അവൻ താക്കീതോടെ പറഞ്ഞതും അവൾ അവൻ്റെ വയറ്റിൽ പിടിമുറുക്കി. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം കേട്ടോ. നിങ്ങളെപ്പോലെ ഒരു സുന്ദരനെ എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവൾ കുസൃതിയോടെ പറഞ്ഞതും അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ബൈക്കിൽ നിന്നും ഇറങ്ങി തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയവളെ അവൻ പിടിച്ചു വലിച്ചുകൊണ്ട് തൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോയത്. അകത്തേക്ക് കയറി വാതിലടച്ച പാടെ അവൻ അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി 2 കൈകൾ കൊണ്ടും ബന്ധിച്ചു. എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ? നിശ്വാസം പോലെ അവൻ്റെ സ്വരം കേട്ടതും അവൾ അറിയാതെ കണ്ണുകൾ അടച്ചുപോയി. ഒരാവേശത്തിന് പറഞ്ഞത് ഇത്ര വലിയ പാരായല്ലോ എന്ന ചിന്തയിലായിരുന്നു അവൾ. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്ന് കളഞ്ഞു. അപ്പോൾ തന്നെ അവൻ അവളിലേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നു. ചുരിദാറിൻ്റെ ഇറക്കി വെട്ടിയ പിൻകഴുത്തിൽ അവൻ്റെ കുറ്റിത്താടിയോടുകൂടിയ മുഖമുരഞ്ഞതും അവളുടെ ദേഹത്തിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഒപ്പം തന്നെ അവൻ്റെ 2 കൈകളും അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി. ദേഹങ്ങൾ തമ്മിൽ ഉരഞ്ഞതും ഇരുവരും ഒന്ന് ഞെട്ടി എന്നതാണ് സത്യം. അപ്പോഴേക്കും അവൻ 2 കൈകളും കൊണ്ട് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിയിരുന്നു. അവളുടെ പാതി വിടർന്ന കണ്ണുകളിലും മൂക്കിൻ തുമ്പിലെ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന കുഞ്ഞു മൂക്കുത്തിയിലും അതിന് താഴെ അല്പം വിടർന്ന ചുവന്ന അധരങ്ങളിലും അവൻ്റെ നോട്ടം ചെന്നെത്തി. എന്നാൽ അവൻ്റെ ചുണ്ടുകൾ ചെന്നത് അവളുടെ കോളർ ബോണിലെ പൊട്ടുപോലെ കാണുന്ന മറുകിലായിരുന്നു. അവിടെ ചുണ്ടുകൾ സ്പർശിച്ചതും അവളുടെ 2 കൈകളും അവൻ്റെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞു. ഷോൾഡറിലും കഴുത്തിലുമായുള്ള അവൻ്റെ ചുണ്ടുകളുടെ ചലനം അവളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയി. അവളുടെ ശ്വാസോച്ഛ്വാസം ഉച്ചത്തിലായി. തൻ്റെ കഴുത്ത് ഉമിനീരിൽ നനഞ്ഞത് അവൾക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇറുക്കിയടച്ച കണ്ണുകൾ തുറക്കാതെ അവൾ അങ്ങനെ തന്നെ നിന്നു. തൻ്റെ ചുണ്ടിൽ അവൻ ശക്തിയായി ഒന്ന് ചുംബിക്കണമെന്ന് അവളുടെ ഉള്ളിൽ ആഗ്രഹം തീവ്രമായി. ഒടുവിൽ അത് സഹിക്കവയ്യാതെ ആയപ്പോൾ അവൾ തന്നെ അവൻ്റെ മുഖം പിടിച്ചു ഉയർത്തി. ഇരുവരുടെയും നോട്ടം പരസ്പരം ഇടഞ്ഞു. അവളുടെ ആഗ്രഹം മനസ്സിലായി എങ്കിലും അവൻ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നു. ഒടുവിൽ അവൻ പോലും പ്രതീക്ഷിക്കാതെ നിന്നപ്പോൾ അവൾ അവൻ്റെ മുഖം പിടിച്ച് താഴ്ത്തി ചുംബിച്ചു തുടങ്ങി. ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത തീവ്രമായ ചുംബനം. അതിൻ്റെ ലഹരിയിൽ ഇരുവരും നനഞ്ഞു. പ്രണയത്തിൻ്റെ അതിതീവ്രമായ ഭാവം. ഇരുവരും പരസ്പരം കൈകൾ കൊണ്ട് വലിച്ചടുപ്പിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ചുണ്ടുകൾ തമ്മിൽ അകന്നതും ഇരുവരും പുണർന്നുകൊണ്ട് അല്പസമയം അങ്ങനെ തന്നെ നിന്നു. ഇരുവരും നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്നെപ്പോലെ ഒരു സുന്ദരനെ എത്ര കാലമാ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചില്ലേ? ഇപ്പോൾ മനസ്സിലായോ വെറുതെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരില്ല എന്ന്? അവളുടെ ചുണ്ടിനെ തൻ്റെ പെരുവിരൽ കൊണ്ട് ഒന്ന് തുടച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ മുഖമുയർത്താനാകാതെ നിന്നുപോയി. ഈ ചട്ടമ്പിക്ക് നാണമൊക്കെ വരുമോ? അവൻ കാതോരം ചോദിച്ചതും അവളുടെ മുഖം വീണ്ടും ചുവന്നു. ഇനി ഇങ്ങനെ നിന്ന് എന്നെ വീണ്ടും വഴിതെറ്റിക്കാതെ വേഗം വന്നേ പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നപ്പോൾ അവളും ആശ്വാസത്തോടെ ശ്വാസമെടുത്തു. ഇത് ഇവിടെയെങ്ങും അവസാനിക്കുമെന്ന് അവൾ കരുതിയതല്ല.
അവന് നല്ല കൺട്രോളാണ് എന്ന് അവൾക്ക് മനസ്സിലായി. ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയ ഇരുവരും ചെന്ന് പെട്ടത് വിവേകിൻ്റെയും ഗൗതത്തിൻ്റെയും മുന്നിലായിരുന്നു. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒത്തിരി സമയമായെന്നാണല്ലോ എന്നോട് കൃഷ്ണ വിളിച്ചു പറഞ്ഞത്. അവരെ ഇരുവരെയും നോക്കിക്കൊണ്ട് വിവേക് ചോദിച്ചു. ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഷോപ്പിൽ കയറിയായിരുന്നു. അജാസ് കണ്ണ് കാണിച്ചതും സുരഭി അവളുടെ ഫ്ലാറ്റിലേക്ക് കയറിപ്പോയിരുന്നു. ഷോപ്പിൽ കയറിയത് കൊണ്ടായിരിക്കും മോൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കുന്നത് അല്ലേ? വിവേക് അവൻ്റെ ചെവിയിൽ ചോദിച്ചതും ഒരു ചമ്മിയ ചിരി ചിരിച്ചുകൊണ്ട് അവൻ വേഗം തൻ്റെ ഫ്ലാറ്റിലേക്ക് കയറിപ്പോയി. അവൻ്റെ പോക്ക് കണ്ട് ഗൗതവും വിവേകും ചിരി നിർത്താൻ കഴിയാതെ നിന്നു. നൂലുകെട്ട് കഴിഞ്ഞ് കൃഷ്ണ കുഞ്ഞുമായി തിരികെ ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ അവളുടെ ബന്ധത്തിൽ ഒരു സ്ത്രീ കൂടി കുഞ്ഞിനെ നോക്കാനായി ഒപ്പമുണ്ടായിരുന്നു. ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ ഗൗതത്തിൻ്റെ പാർട്ട്ണർ ജോബി കൂടി അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവൻ ഗൗതത്തിൻ്റെ ഒപ്പം തന്നെ താമസവും തുടങ്ങി. എല്ലാവരും അവരുടേതായ രീതിയിൽ ജീവിതം ആസ്വദിക്കവേ സുരഭിയുടെയും അജാസിൻ്റെയും വിവാഹമെത്തി. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വെറുതെ ഒരു ചടങ്ങ് മാത്രം നടത്താനാണ് തീരുമാനം. രണ്ടുപേരുടെയും ബന്ധുക്കൾക്ക് എതിർപ്പുള്ളതിനാൽ തന്നെ ആർക്കും ക്ഷണമില്ല. സന്തോഷത്തോടെ ജീവിതം തുടങ്ങുന്ന വേളയിൽ ആരുടെയും ദുർമുഖം കാണണ്ട എന്ന് തന്നെയായിരുന്നു തീരുമാനം. അജാസ് നേരിട്ട് പോയി തൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും സഹോദരനോടും വിവാഹം അറിയിച്ചു. വിവാഹത്തിന് യാതൊരു സഹകരണവും ഉണ്ടാകില്ല എന്ന് അവൻ്റെ വാപ്പ അപ്പോൾ തന്നെ തീർത്തു പറഞ്ഞു. അവനും അതുതന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിനാൽ അല്പം പോലും വിഷമം തോന്നിയതുമില്ല. എന്നാൽ അവൻ്റെ ഉമ്മയുടെ സഹോദരൻ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു. അതവനും സന്തോഷമായിരുന്നു. രാത്രി എങ്ങനെയൊക്കെ കിടന്നിട്ടും ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു സുരഭി. നാളെ തൻ്റെ സ്വപ്നം പൂവണിയാൻ പോവുകയാണ് എന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ മൊബൈൽ എടുത്ത് അജാസിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. നാളെ വിവാഹമായിട്ട് ഉറങ്ങാതിരിക്കുകയാണോ? ഫോണിലൂടെ അവൻ്റെ സ്വരം കേട്ടതും എത്രയും പെട്ടെന്ന് അവനെ കാണണമെന്ന് അവൾക്ക് തോന്നിയത്. പറയുന്ന ആളും ഉറങ്ങിയിട്ടില്ല എന്ന് ശബ്ദം കേട്ടാൽ തന്നെ അറിയാമല്ലോ. അവളും അല്പം കുറുമ്പോടെ പറഞ്ഞു. വിവാഹത്തിന് മുൻപ് കുറച്ച് ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം നിൽക്കാനായി ലീവെടുത്ത് വീട്ടിലേക്ക് പോയതായിരുന്നു അവൾ. വിവാഹം കഴിഞ്ഞാൽ നേരെ പോകുന്നത് അജാസിൻ്റെ ഫ്ലാറ്റിലേക്ക് തന്നെയാണ്. അതിനാൽ തന്നെ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ കാണുന്നില്ലായിരുന്നു. അതിൻ്റെ സങ്കടമാണ് ഇരുവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അല്പസമയം കൂടി സംസാരിച്ചതിന് ശേഷം അവൻ തന്നെ അവളെ നിർബന്ധിച്ച് ഉറങ്ങാൻ പറഞ്ഞു. അതോടെ ഫോൺ കട്ട് ചെയ്ത് അവൾ മുകളിലേക്ക് നോക്കി കിടക്കാൻ തുടങ്ങി. അവളുടെ മനസ്സിലൂടെ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും കടന്നുപോയി. വധുവരന്മാർ ഇരുവരും ഒപ്പിട്ട് മാറുമ്പോൾ സാക്ഷികളായി ഇരുവരുടെയും സുഹൃത്തുക്കൾ തന്നെ ഒപ്പിട്ടു. അവളുടെ ആഗ്രഹപ്രകാരം അവൻ്റെ പേര് കൊത്തിയ താലി അവൻ അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. ആ നിമിഷം അറിയാതെ തന്നെ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. രഘുനാഥൻ തൻ്റെ മകളുടെ സന്തോഷം കണ്ട് തൻ്റെ തീരുമാനത്തിൽ സന്തോഷിച്ചു. അതേ അഭിപ്രായം തന്നെയായിരുന്നു അപ്പോൾ അയാളുടെ ഭാര്യയ്ക്കും. മകളുടെ ഇഷ്ടത്തിന് കൂട്ടുനിന്നു എന്ന പേരിൽ ആരൊക്കെ പിണങ്ങിയാലും കുഴപ്പമില്ല എന്ന മട്ടായിരുന്നു അപ്പോൾ അവർക്ക്. ഏറെ സമയമായി നിൽക്കുന്ന ഭവ്യയെ വേദ് നിർബന്ധിച്ച് അടുത്തുള്ള കസേരയിൽ പിടിച്ചിരുത്തി. വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി അജാസിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ വേദും ഭവ്യയും കൂടി അവരുടെ കാറിൽ അങ്ങോട്ടേക്ക് പോയി. അവൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ തന്നെ അവർ തൻ്റെ സ്വന്തം ഫ്ലാറ്റിലേക്കാണ് കയറിയത്. അവർ വരുന്നത് പ്രമാണിച്ച് നേരത്തെ ക്ലീൻ ചെയ്യിച്ചിട്ടിരുന്ന ഫ്ലാറ്റിൽ ചെന്നപാടെ അവൻ അവളെ നിർബന്ധിച്ച് കട്ടിലിൽ പിടിച്ചു കിടത്തി. വൈകുന്നേരത്തെ പാർട്ടിയുടെ സമയമാകുമ്പോൾ എഴുന്നേറ്റ് വന്നാൽ മതി. അവൻ പറഞ്ഞതും അവൾ മെല്ലെ തലയാട്ടി. അവൻ അവളുടെ അല്പം വീർത്ത വയറിൽ മെല്ലെ തലോടുന്നതിനോടൊപ്പം നെറ്റിയിൽ കൂടി അമർത്തി മുത്തി. ഇവിടെ വന്നു എന്ന് കരുതി പഴയതൊന്നും ഓർക്കണ്ട. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയത് തന്നെയാണ്. നമ്മളിപ്പോൾ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ നിറച്ച് ആ സമാധാനം കളയരുത് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുടിയിഴകളിൽ മെല്ലെ തലോടി. ക്ഷീണം കാരണം അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവൾ ഉറങ്ങുന്നത് വരെ കാത്തിരുന്നതിന് ശേഷം അവൻ മെല്ലെ എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു. അപ്പോഴാണ് ടേബിളിന് പുറത്ത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ലെറ്റർ കണ്ടത്. ക്ലീൻ ചെയ്യാൻ വന്നവർ അതെടുത്ത് മേശപ്പുറത്ത് വെച്ചതാകുമെന്ന് അവന് മനസ്സിലായി. അവനത് തുറന്ന് വായിക്കാൻ തുടങ്ങി. സോറി,
ചെയ്തു പോയ എല്ലാത്തിനും എന്നെ വെറുക്കരുത്. നിന്നെ സ്നേഹിച്ചു എന്നത് സത്യം തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ സ്നേഹം ഒരിക്കലും പരിശുദ്ധമായിരുന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഒരിക്കൽ കൂടി മാപ്പ്, ഗായത്രി. ഒരു നിമിഷം വേണ്ടിവന്നു അവന് താൻ എന്താണ് വായിച്ചത് എന്ന് മനസ്സിലാക്കാൻ. ഗായത്രിയുടെ ഭാഗത്തു നിന്നും ഒരു ക്ഷമാപണം ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തവർക്ക് കുറ്റബോധവും പ്രായശ്ചിത്തവും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഗായത്രി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു എന്നവൻ ഓർത്തു. മാപ്പ് പറയാൻ പോലും അവൾ നേരിട്ട് തൻ്റെ മുന്നിലേക്ക് വരാത്തത് നന്നായി എന്ന് അവന് തോന്നി. ആ കത്ത് അതുപോലെ തന്നെ മേശപ്പുറത്തേക്ക് വച്ചതിന് ശേഷം അവൻ ഭവ്യ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. ശേഷം ആശ്വാസത്തോടെ അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് അവളോടൊപ്പം കയറി കിടന്നു.